സൗന്ദര്യമില്ലായ്മയാണോ നിങ്ങളുടെ പ്രശ്നം? ഒരിക്കലും ഒരു രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ഒരു ചിത്രരചനാ മത്സരം വെച്ചു. ആർക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാം. വിഷയം ലോകത്തിലെ ഏറ്റവും മനോഹരിയായ ഒരു സ്ത്രീയുടെ ചിത്രം വരയ്ക്കണം. എല്ലാവരും പങ്കെടുത്തു. ആയിരക്കണക്കിന് ചിത്രങ്ങളിൽ നിന്നും രാജാവ് ഒരു ചിത്രം അതിൽ നിന്നും തിരഞ്ഞെടുത്തു. ആ ചിത്രം വരച്ചത് ഒരു കുട്ടിയാണ്. അതിൻ്റെ പെർഫെക്ഷൻ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ 10% താഴെയായിരുന്നു. 100% പെർഫെക്റ്റായിട്ട് വരച്ച ചിത്രങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. പിന്നെ എങ്ങനെ ഇത്? പക്ഷേ രാജാവിൻ്റെ തിരഞ്ഞെടുപ്പിൽ ആർക്കും തന്നെ ദേഷ്യമുണ്ടായിരുന്നില്ല. എല്ലാവരും തൃപ്തരായിരുന്നു. എന്താ സംഭവിച്ചത്? വേറൊന്നുമില്ല, ആ ചിത്രത്തിലെ സ്ത്രീയുടെ കണ്ണിന് വളരെയധികം ഭംഗിയുണ്ടായിരുന്നു. 100% പെർഫെക്റ്റ് ആയിട്ടാണ് ആ കണ്ണുകൾ ആ കുട്ടി വരച്ചിരുന്നത്. ആ കണ്ണുകൾക്ക് വല്ലാത്ത ഒരു ആകർഷണമുണ്ടായിരുന്നു. ജീവനുള്ള ചിത്രം പോലെ തോന്നിച്ചു. ആ കണ്ണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ചിത്രത്തിൻ്റെ മറ്റു കുറവുകളിലേക്കൊന്നും നമ്മുടെ മനസ്സ് പോകില്ല. ഇത്രയേ ഉള്ളൂ സൗന്ദര്യം. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചേർന്ന ഒന്നല്ല, ഏതെങ്കിലും ഒന്ന് സ്പെഷ്യലായി. അങ്ങനെ സ്പെഷ്യലായി എന്തോ ഒന്ന് എല്ലാ മുഖത്തിലുമുണ്ട്. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച എല്ലാ മുഖങ്ങളിലുമുണ്ട്. കാണാൻ കൊള്ളില്ല, എൻ്റെ അറിവിൽ കാണാൻ കൊള്ളില്ല എന്നും പറഞ്ഞ് ഏറ്റവും കൂടുതൽ പരിഹാസം കേട്ട ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഞാനാണ്. മുഖത്ത് നോക്കി തന്നെയാണ് ആക്ഷേപിച്ചിരുന്നത്. പക്ഷേ ആ ആക്ഷേപങ്ങളൊക്കെ ഇതുവഴി കേട്ട് ഇതുവഴി ഇറങ്ങി അപ്പോഴേ പോവും. അതിന് കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്റ്റോറിയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട കഥയാണിത്. അതുകൊണ്ട് തന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞ ഒന്നല്ല എന്ന് അന്നേ ഒരു ബോധം എന്നിൽ ഉളവാക്കിയിരുന്നു. അത് തന്നെയാണ് സത്യവും.